ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു രൂപത്തിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഫോട്ടോഷോപ്പിൽ ചെയ്യേണ്ടതുണ്ട്. അത് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഞാനിപ്പോൾ ഇമേജിൽ നിന്നും ഈ സൈക്കിൾ മാത്രം ഒന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ടൂൾ ബാറിൽ നിന്നും ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം സെലക്ട് സബ്ജക്റ്റ് എന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ഇമേജ് സെലക്ട് ആയിട്ട് വരുന്നതാണ്. ശേഷം ഈ ഒരു മാസ്ക് ബട്ടണിൽ ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും തീരെ പെർഫെക്ഷൻ ഇല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച ഭാഗങ്ങളൊന്നും കവർ ചെയ്യാതെയാണ് ഈ സെലക്ഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് ആദ്യത്തെ രീതിയിലേക്ക് തന്നെ മാറ്റുന്നു. ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഫോട്ടോഷോപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ സെലക്ട് സബ്ജക്റ്റ് എന്നതിനപ്പുറത്തായിട്ട് കാണുന്ന ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ക്ലൗഡ് ഡീറ്റെയിൽഡ് റിസൾട്ട് എന്ന ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം സെലക്ട് സബ്ജക്റ്റ് എന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ റിസൾട്ട് കിട്ടുന്നത്. ശേഷം ഈ ഒരു മാസ്കിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഞാനൊന്ന് സെലക്ഷൻ ആക്കി കൊടുക്കുന്നു. ഇത് ശരിക്കൊന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിൽ ഞാനൊരു കളർ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ സോളിഡ് കളർ സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം ഈ ഒരു ലെയറിനെ പിടിച്ചുകൊണ്ട് താഴോട്ട് കൊണ്ടുവരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ 2025 വർഷത്തിലൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരമാവധി ഫോട്ടോഷോപ്പിൻ്റെ പഴയ വെർഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പുതിയ വെർഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്കുകൾ ഈസി ആക്കാൻ അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആർട്ടോസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.